ഞാൻ ഈ കാറ്ററിംഗ് മേഖലയിൽ വരാൻ തന്നെ കാരണം ഞാൻ തീർച്ചയായും മുഖ്യമായിട്ടും പോണത് തമിഴ്നാടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 3 ടൈം വിളമ്പണം, ഉച്ചയ്ക്ക്, രാത്രി, രാവിലെ. അപ്പം നമ്മൾ ഇവിടുന്ന് രാത്രി ഒരു മുഹൂർത്തത്തിന് പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങളിവിടെ വണ്ടിത്താവളത്തും ബസ് കയറി പൊള്ളാച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 3 മണി, അടുത്തൊക്കെ ആണെങ്കിൽ 3 മണി 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. പോയാൽ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കും, പിന്നെ രാത്രി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അങ്ങനെ രാത്രിത്തെ വിളമ്പൽ കഴിഞ്ഞു. പിന്നെ അങ്ങനെ അന്ന് രാത്രി അവിടെ താമസിക്കണം. പിറ്റേ ദിവസം കാലത്ത് തമിഴ്നാടൊക്കെ മുഹൂർത്തം അതിരാവിലെയാണ്, നമ്മുടെ കേരളത്തിലെ പോലെ ഉച്ചയ്ക്കല്ല. അതിരാവിലെ ആയതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെയാണ് പോകുന്നത് ഒരു മുഹൂർത്തത്തിന്. അപ്പോൾ തലേന്ന് പോയാലേ മുഹൂർത്തം നമുക്ക് വിളമ്പാൻ പറ്റുള്ളൂ. അപ്പോൾ കാലത്തും വിളമ്പി അങ്ങനെ ഉച്ചയ്ക്കും വിളമ്പുമ്പോൾ 3 ടൈമിന് 1200 പ്ലസ് ബസ് ഫെയർ അത് അവിടെ നിന്ന് തരും. അങ്ങനെ ഞങ്ങൾ വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ വീട്ടിലെല്ലാം വെച്ചൊരുക്കിയിട്ട് വേണം പോകണമെങ്കിൽ. വീട്ടിലും ബുദ്ധിമുട്ടുകളുണ്ട്. മക്കൾ പഠിക്കുന്നത് കൊണ്ട് ചെയ്യാനൊന്നും ആളില്ല. നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ വൈകിട്ടാകുമ്പോഴേക്കും വീടെത്തും. അങ്ങനെ ഈ ജോലിയിൽ പോകാൻ തന്നെ കാരണം എനിക്ക് കാല് 2 സുഖമില്ലാതെ 6 വർഷം ഞാൻ പണിക്ക് പോകാതെ വീട്ടിലിരുന്നു. ഇപ്പം പാടത്ത് പണി എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല. 2 കാലിനും ഞരമ്പ് തേയ്മാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് പാടത്ത് പണി എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ 6-7 വർഷമായി പാടത്ത് പണിക്ക് പോകുന്നില്ല. ഈ വർക്കിൽ ഞാൻ തൃപ്തിയാണ്. പിന്നെ നളന്ദ കാറ്ററിംഗുകാരുടെ വർക്ക് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇത് തന്നെ ഫേമസ് ആണ്. നളന്ദ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേമസ് ആണ്. ഇവർക്ക് ഫീൽഡിൽ നല്ല വർക്കും കിട്ടുന്നുണ്ട്. ഞാൻ ഇവരുടെ വർക്കിന് അധികം വരും. കൂടുതലും പോകുന്നത് തമിഴ്നാടാണ്.
കോവിഡ് കാലഘട്ടത്തിന് മുൻപ് കേരളത്തിൽ വൻകിട, ഇടത്തര, ചെറുകിട സ്വകാര്യ കാറ്ററിംഗ് സർവീസുകൾ മാത്രമാണ് സജീവമായി ഉണ്ടായിരുന്നത്. കേരളത്തിലെ കാറ്ററിംഗ് മേഖലയിലെ സ്ത്രീ സാന്നിധ്യം വലിയ തോതിൽ വർദ്ധിച്ചത് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ്. ഇപ്പോൾ സ്വകാര്യ കാറ്ററിംഗ് സർവീസുകൾക്ക് വൻ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റുകളും തങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റുകളിൽ എന്ന പോലെ തന്നെ സ്വകാര്യ കാറ്ററിംഗ് സർവീസുകളിലും വൻതോതിൽ സ്ത്രീ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാറ്ററിംഗ് മേഖല പൂർണ്ണമായും സ്ത്രീകളുടെ ആധിപത്യത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 8 ജില്ലകളിൽ പ്രവർത്തിച്ച 20ഓളം കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റുകൾ കേരളത്തിലെ 27,514 പേർക്കാണ് ഭക്ഷണം എത്തിച്ചത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതത് കുടുംബശ്രീ മിഷന്റെ മേൽനോട്ടത്തിലാണ് കാറ്ററിംഗ് യൂണിറ്റുകളുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. ജില്ലകളിൽ കൊറോണ കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ മുടങ്ങാതെ ഭക്ഷണ വിതരണം നടത്താൻ ഈ യൂണിറ്റുകൾക്ക് സാധിച്ചിരുന്നു. കെയർ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്കായി അതത് ജില്ലാ ഭരണകൂടം നൽകുന്ന മെനു അനുസരിച്ചുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ആ ജില്ലയിൽ കുടുംബശ്രീയുടെ കീഴിലുള്ള കാറ്ററിംഗ് യൂണിറ്റുകളായിരുന്നു. ഇവർ തയ്യാറാക്കുന്ന ഭക്ഷണം കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സേന അംഗങ്ങൾ എന്നിവർ മുഖേനയാണ് കൊറോണ കെയർ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് എത്തിച്ചിരുന്നത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം അങ്ങനെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള അരിയും പലവ്യഞ്ജനങ്ങളും സപ്ലൈകോ വിപണികളിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ലഭ്യമാക്കിയിരുന്നത്. കുടുംബശ്രീയുടെ സംഘകൃഷി ഗ്രൂപ്പുകളിൽ നിന്നും കൂടാതെ പ്രാദേശികമായി ലഭിക്കുന്നതുമായ പച്ചക്കറികളാണ് ഇതിനുവേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നത്. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിലും സമയബന്ധിതമായി ഭക്ഷണം വിതരണം നടത്താൻ ഇത്തരം യൂണിറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കൊറോണ കെയർ കേന്ദ്രത്തിൽ കഴിയുന്നവരെ കൂടാതെ കോവിഡ് ടെസ്റ്റിന് വേണ്ടി പുതുതായി തുടങ്ങിയ വൈറോളജി ലാബിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സംഘത്തിനും കാറ്ററിംഗ് യൂണിറ്റുകൾ വഴി ഭക്ഷണം എത്തിച്ചു നൽകിയതും കുടുംബശ്രീ കാറ്ററിംഗ് യൂണിറ്റുകളായിരുന്നു. ഭക്ഷണ വിതരണത്തിനോടൊപ്പം ആവശ്യപ്പെടുന്നവർക്ക് ശുചീകരണം ഉൾപ്പെടെയുള്ള സേവനങ്ങളും കുടുംബശ്രീ മുഖേന ലഭ്യമാക്കിയിരുന്നു. കോവിഡ് ഭീതിയിൽ ഓണാഘോഷങ്ങൾ ചുരുക്കമായിരുന്നുവെങ്കിലും ഓണസദ്യയിൽ വൻ പ്രതീക്ഷ അർപ്പിക്കുകയായിരുന്നു കാറ്ററിംഗ് മേഖല. പക്ഷേ ലോക്ക്ഡൗൺ കാലത്തെ ഓണം അടച്ചിടൽ മാനദണ്ഡങ്ങളിൽ കുരുങ്ങി വിഫലമായി പോയിരുന്നു. അതോടൊപ്പം വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ ചടങ്ങിൽ ഒതുങ്ങിപ്പോയതും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കാറ്ററിംഗ് മേഖലയെയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് കാറ്ററിംഗ് മേഖല കേന്ദ്രീകരിച്ച് പാചകത്തിനും വിളമ്പാനും മറ്റുമായി പ്രവർത്തിച്ചിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് നടീൽ മിഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്. അത് 6 മാസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാറ്ററിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കത് കുഴപ്പമില്ല. എൻ്റെ ഒരു വരുമാനം അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ആ വർക്ക് ഇതും കൂടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് കുറേ പേർക്ക് എന്നെ കൊണ്ട് എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള നടത്തുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും വലിയൊരു മനസ്സിലൊരു സംതൃപ്തി നൽകുന്നുണ്ട്. കാരണം എത്രയോ കുടുംബത്തിൽ വർക്കില്ലാതെ കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ കാലത്തെണീറ്റ് വന്ന് അവർക്കൊരു വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നത് ഏറ്റവും വലിയൊരു സംവിധാനം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തൊഴിലും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ഇടയിൽ ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള വർക്ക് പറയുമ്പോൾ അവര് പറയുന്ന രീതിയിൽ ഇതാകുമ്പോൾ ഇടയിലിടയിൽ പറ്റുന്ന സാഹചര്യങ്ങളിൽ വന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നടീൽ മിഷന്റെ വർക്കാണ്. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് വേറെ വർക്കിന് എനിക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ നടക്കില്ല. ഇതാകുമ്പോൾ നമ്മളുടെ സമയങ്ങളനുസരിച്ചിട്ട് ഗ്യാപ്പിൽ വരാൻ പറ്റും, കുഴപ്പമില്ല.
സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് കാറ്ററിംഗ് മേഖല കേന്ദ്രീകരിച്ച് പാചകത്തിനും വിളമ്പാനും മറ്റുമായി പ്രവർത്തിച്ചിരുന്നത്. ആഘോഷങ്ങൾ ഇല്ലാതായതോടെ ലോക്ക്ഡൗൺ കാലത്ത് ഇവരുടെ ജീവിതം വഴിമുട്ടിയത് ഒരു ഇരുണ്ട കാലഘട്ടമായി തന്നെ കാറ്ററിംഗ് മേഖല കരുതുന്നു. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകിയതിനു ശേഷമാണ് കാറ്ററിംഗ് മേഖലയ്ക്ക് ഒരു പുതിയ പ്രതീക്ഷയുണ്ടായത്. കോവിഡിന് മുൻപ് ഓരോ സ്ഥാപനങ്ങളിലും 250 മുതൽ 300 വരെ ഓണസദ്യ ഓർഡർ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 20-30 ഒക്കെയാണ് ഓരോ യൂണിറ്റുകൾക്കും ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുള്ള സമയത്തുണ്ടായിരുന്നുള്ളൂ. അപ്രതീക്ഷിതമായി വന്ന കോവിഡ് 2 വർഷമായി വരുമാനം നിലച്ചുപോയതാണ് ചെറുകിട കാറ്ററിംഗ് സ്ഥാപനങ്ങളെ പിടിച്ചൊലിച്ചത്. ആ ഒരു വരുമാനം എനിക്ക് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ കൊണ്ടുപോയത്. വേറെ ഒന്നിനും പോകുന്നില്ല. ഒരു 3 വർക്കിന് പോയി വെച്ചാൽ 1500 രൂപ. ഇവിടെ നമ്മൾ ഡെയിലി വേജസ് ആണെന്ന് വെച്ചാൽ 500 ബസ് ചാർജ്, 600 രൂപ കിട്ടും. 500 രൂപ, 100 രൂപ ട്രാവലിംഗ് ചാർജ്, അങ്ങനെ 600 രൂപ. അവിടെ പുറത്ത് പോയി വെച്ചാൽ 1500 എല്ലാം കൂടിയിട്ടാണ് ഒരു വർക്കിന്. ഒരു ഫുള്ളുള്ള വർക്ക് 1500. പിന്നെ 2-3 ദിവസം നിൽക്കുകയാണെങ്കിൽ അതിന് വേറെ. നമ്മളിപ്പോ കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നതിന് 1000 രൂപയും, പിന്നെ പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ. അപ്പൊ ഒരു ദിവസത്തെ വർക്കിന് 1000 രൂപയും ബസ് ഫെയറും കിട്ടും. പിന്നെ പിറ്റേ ദിവസം വേറെ വർക്കാണെന്ന് ചിലപ്പോൾ 2-3 ദിവസം ഒരുമിച്ച് വേറെ വേറെ വർക്ക് കിട്ടും. അതന്നെ, ഒരു ദിവസം ഒരു വർക്ക് ഉണ്ട് വെച്ചാൽ കാലത്ത് വന്നിട്ട് ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞിട്ട് പോകുമ്പോൾ 600 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ പിന്നെ ഗ്യാപ്പാണ്. പിന്നെ എപ്പോഴാണ് മുഹൂർത്തം എന്നുള്ളത് അറിയില്ല. ഒരു ദിവസത്തെയാണ് പറയുന്നത് 600 രൂപ. രാവിലെ വന്നിട്ട് ഉച്ച വിളമ്പലും കഴിഞ്ഞ് നമ്മൾ 2 മണിക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരത്ത് റിസപ്ഷൻ ആണെന്ന് വെച്ചാലും അതേ പൈസ തന്നെയാണ്, 600 രൂപ. വൈകുന്നേരത്ത് വന്നു 3 മണിക്ക് വന്നു, 4 മണി മുതൽ റിസപ്ഷൻ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ 9 മണി 11 മണിയൊക്കെ ആവും. അങ്ങനെയും 600 രൂപ. 500 രൂപ ഇതും, 100 രൂപ ട്രാവലിംഗ് ചാർജ്. തമിഴ്നാട് നമ്മൾ മുഹൂർത്ത പണി പറയുമ്പോൾ 3 വിളമ്പൽ വരും, കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരത്ത്. അതിന് നമുക്ക് കിട്ടുന്നത് 1300 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ തലേ ദിവസം പോകേണ്ടി വരും. അതിൽ രാവിലത്തെ, ഉച്ചക്കലത്തെ, വൈകുന്നേരത്തെയും കൂടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് വരും. അതിന് 1300. 1000 രൂപ. അത് നമ്മളിപ്പോ ഈ വർക്കിന് പോകുമ്പോൾ അതായത് ഒരു ഭാഗത്ത് എത്തുന്ന വരെയുള്ള ബസ് ഫെയർ, അത് കഴിഞ്ഞിട്ടുള്ള ബസ് ഫെയറും കാര്യങ്ങളും എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ രാവിലെ മുതൽ നമുക്ക് ഒന്നും അറിയുന്നില്ല, എല്ലാ ഭക്ഷണം 3 നേരം അവിടെ ഭക്ഷണം നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പെടുന്നില്ല. പിന്നെ വരാനുള്ള ബസ് ചാർജ് ഇതിൽ തരുന്നുണ്ട്. നമുക്കുള്ള വേജസ് 1000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 300 രൂപ. കാര്യം നമ്മൾ പുറത്ത് പോകുമ്പോൾ അധികം ബസ് ഫെയർ വരുന്നില്ല. തമിഴ്നാടൊക്കെ പോകുമ്പോൾ അവിടെ കുറച്ചാണ്. ബാക്കിയുള്ള ട്രാവലിംഗ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും പോകുന്നില്ല. അപ്പൊ മറ്റുള്ള ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഹാപ്പിയാണ്. വർക്ക് ചെയ്യുന്നതും മറ്റുള്ള വർക്കിനേക്കാൾ ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കയ്യിൽ നിന്ന് അധികം പൈസയൊന്നും ചെലവാകാനുള്ള വഴിയില്ല അതിൽ. 300 രൂപ ട്രാവലിംഗ് ചാർജ്. ഞാൻ ഈ കേറ്ററിംഗ് മേഖലയിൽ വന്നിട്ട് 1.5 വർഷമായി. അതുവരെ ഞാൻ പാടത്ത് പണിക്ക്, തൊഴിലുറപ്പ് പണിക്ക് എല്ലാം പോകും. അപ്പോൾ ഈ മേഖലയിൽ വന്നതുകൊണ്ട് സീസൺ സമയത്ത് കല്യാണം കാര്യങ്ങളുണ്ടാകുമ്പോൾ വിളിക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്ന ഒരു വരുമാന മാർഗമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാന മാർഗമാണ്. കേറ്ററിംഗ് സമയം കുടുംബത്തിലെ ബാധ്യതകളും കഷ്ടപ്പാടുകളും കൊണ്ടാണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഞങ്ങൾക്ക് പാടത്ത് കൃഷിപ്പണിക്ക് പോയാൽ 350-400 രൂപ വെച്ച് കിട്ടും. പിന്നെ കേറ്ററിംഗ് മേഖലയിൽ വന്നാൽ ഒരു ദിവസം ഒരു നേരം വിളമ്പിയാൽ 500 രൂപ തരും. അതൊരു ലാഭം തന്നെയാണ്. പിന്നെ കൂടുതലും കേറ്ററിംഗ് മേഖലയാണ് ഇഷ്ടം. ഇപ്പോൾ കൃഷിപ്പണി ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകും, ഇതുണ്ടാകുമ്പോൾ ഇങ്ങനത്തിലേക്ക് വരും. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തൊഴിലൊന്നും ആയിട്ടില്ല.
കഷ്ടപ്പാടുകൾ കൊണ്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങി രണ്ടും കൂടെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ കല്യാണ സമയം പറയുന്നത് എല്ലാ സമയങ്ങളും എല്ലാ മാസങ്ങളും ഉണ്ടാവില്ല. അത് മറ്റുള്ള സമയങ്ങളിൽ ഈ വർക്കില്ലെങ്കിൽ അതിൽ പോയാൽ രാവിലെ 8 മണിക്ക് 8:30 കൃഷിപ്പണിയിൽ ഇറങ്ങി വെച്ചാൽ വൈകുന്നേരം 4 മണി വരെ നിൽക്കണം. ഇതിലാകുമ്പോൾ കാലത്ത് 8:30 ആകുമ്പോൾ ഉച്ചക്കലത്തെ വിളമ്പലാണെങ്കിൽ കാലത്ത് 8:30 9 മണിക്ക് വന്നാൽ 3 മണിയാകുമ്പോഴേക്കും പണി കഴിയും. കുഴപ്പമില്ല. രാവിലെ ഭക്ഷണം ഉച്ചക്കലത്തെ ഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങളുടെ ചിലവും കഴിഞ്ഞ് അങ്ങനെ പോകും. പുതിയ ആൾക്കാരും വരാൻ താല്പര്യമുണ്ട്, വരുന്നുണ്ട്. പുതിയ പുതിയ ആൾക്കാർ ഇതുപോലെ കുട്ടികളെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് അതിന് നോക്കാൻ ആളില്ലാത്ത അസൗകര്യം കൊണ്ട് വരാറില്ല. കുട്ടികൾ വളർന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഒരു നേരത്തെ പണിയല്ലേ എന്ന് പറഞ്ഞ് വരും. അങ്ങനെ വന്ന് ചെയ്യാറുണ്ട്. പുതിയ ആൾക്കാരും വന്ന് ചെയ്യാറുണ്ട്. ഇനി ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിൽ. കുടുംബശ്രീ ലഞ്ച് ബെല്ലിന് തുടക്കം. ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തിക്കുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിക്ക് തുടക്കമായി. ഇനി മുതൽ ആവശ്യക്കാർക്ക് ചോറും കറികളും ചൂടോടെ താലി മാതൃകയിൽ ഊണ് മേശയിലെത്തും. കുടുംബശ്രീ വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് ലഞ്ച് ബെൽ പദ്ധതി സഹായകമാകുമെന്ന് നമുക്ക് കരുതാം. കുടുംബശ്രീയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്ക് സാമ്പത്തിക ശാക്തീകരണത്തോടൊപ്പം വരുമാന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് ഇനി സർക്കാരിൻ്റെ ലക്ഷ്യം. ലഞ്ച് ബെൽ പദ്ധതി അതിൻ്റെ മികച്ച മാതൃകയാണ്. കൈപുണ്യവും വിശ്വാസ്യതയുമാണ് കുടുംബശ്രീയുടെ കൈമുതൽ. ജനങ്ങൾ അർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുകയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം. വരുമാന വർധനവിന് ഉതകുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് കുടുംബശ്രീ തുടക്കമിട്ട് കഴിഞ്ഞു. വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി അഗ്രി കിയോസ്കുകൾ, വയോജന രോഗീ പരിചരണത്തിനായി K4 കെയർ പദ്ധതി, കൂടാതെ അടുത്ത 1 വർഷത്തിനുള്ളിൽ 3 ലക്ഷം പേർക്ക് ഉപജീവനവും തൊഴിലവസരങ്ങളും ലഭ്യമാക്കുന്നതിനായി 430 കോടി രൂപയുടെ കുടുംബശ്രീ ലിവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, K-ലിഫ്റ്റ് 24 പദ്ധതി എന്നിവയെല്ലാം വനിതകൾക്ക് തൊഴിലും വരുമാന വർധനവും ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളാണ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ നവീന സാങ്കേതിക മേഖലകളിലടക്കം മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് സാമ്പത്തിക സാമൂഹിക സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കുടുംബശ്രീ വഴിയൊരുക്കുമെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നാണ് കുടുംബശ്രീയുടെ പ്രതീക്ഷ. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത വനിതകൾ ഉൾപ്പെട്ട ഫുഡ് ഡെലിവറി സംഘത്തിന്റെ ആദ്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മവും സർക്കാർ നടത്തി കഴിഞ്ഞു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, ന്യായവില, വിതരണം എന്നിവയിലടക്കം മികച്ച സേവനങ്ങൾ ലഞ്ച് ബെൽ പദ്ധതിയിലൂടെ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ വഴി ഊണിനൊപ്പം മറ്റ് ഭക്ഷ്യ വിഭവങ്ങൾക്കും ആവശ്യക്കാരുണ്ട്.
ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ തിരുവനന്തപുരത്തെ എല്ലാ സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും കൂടാതെ ടെക്നോ പാർക്കിലും ഭക്ഷണ വിതരണം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള സർക്കാർ. ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി കാറ്ററിംഗ് യൂണിറ്റ് തയ്യാറാക്കുന്ന ഭക്ഷണം ഫുഡ് ഡെലിവറി അംഗങ്ങളിലൂടെയായിരിക്കും വിതരണം നടത്തുക. കുടുംബശ്രീ സ്വകാര്യ കാറ്ററിംഗ് യൂണിറ്റുകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും തൊഴിലിടങ്ങളിൽ ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് കുറഞ്ഞ വേതനമാണ്.